നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ നീതിന്യായ കോടതിയുടെയും നിയമ ചരിത്രത്തിന്റെയും ഏടുകളിൽ ഇപ്പോഴും അതീവ പ്രാധാന്യത്തോടെ എഴുതി ചേർത്തിരിക്കുന്ന പുതിയ അധ്യായത്തിന്റെ പേരാണ് ഹരീഷ് റാണ. ലോകമെമ്പാടുമുള്ള ചില രാഷ്ട്രങ്ങളിൽ നിലവിലിരുന്ന ദയാവധം എന്ന കൊലപാതകം ഇന്ത്യയിലും പ്രാബല്യത്തിൽ വരുമ്പോൾ അതിന്റെ ആദ്യത്തെ ഇരയായി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ദൗർഭാഗ്യവാനാണ് ഹരീഷ് റാണ. അപകടത്തെ തുടർന്ന് കഴിഞ്ഞ 13 വർഷങ്ങളായി ചികിത്സയിലായിരുന്ന ഹരീഷ് റാണ എന്ന യുവാവിനെയാണ് തുടർ ചികിത്സകൾ കൊണ്ട് കൂടുതലായി ഒരു പ്രയോജനവുമില്ല എന്ന മെഡിക്കൽ ബോർഡിന്റെ നിഗമനത്തെ തുടർന്ന് മാതാപിതാക്കളുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനാക്കാൻ സുപ്രീം കോടതി വിധിച്ചത്. 1994 ഓഗസ്റ്റ് 10 ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലായിരുന്നു ഹരീഷ് റാണ ജനിച്ചത്. പ്രായത്തെ വെല്ലുന്ന കഴിവുകൾ ഉണ്ടായിരുന്ന ഹരീഷ് കുട്ടിക്കാലത്ത് തന്നെ പഠനത്തിൽ സമ്മർദ്ദനായി. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവന്റെ പഠനത്തെ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഹരീഷ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഛത്തീസ്ഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലേക്ക് പോവുകയും അവിടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പഠനം ആരംഭിക്കുകയും ചെയ്തു. പഞ്ചാബിലെ പഠനകാലത്ത് ഹരീഷ് താമസിച്ചിരുന്നത് ഒരു പേയിങ് ഗസ്റ്റ് അക്കോമഡേഷനിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന വിധത്തിൽ ആ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന്റെ 4ാമത്തെ നിലയിൽ നിന്നും വീണ് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റത്. തങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത പ്രതീക്ഷകളുമായിരുന്ന മകനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാതിരുന്ന അവന്റെ മാതാപിതാക്കളായ അശോക് റാണയും ഭാര്യയും പൊട്ടിത്തകരാൻ വെമ്പുന്ന മനസ്സും പേറി നിറഞ്ഞു തുളുമ്പുന്ന പ്രതീക്ഷയോടെ അവന് വേണ്ട ചികിത്സകളെല്ലാം തന്നെ നൽകി. എന്നാൽ ചികിത്സയോടും മരുന്നുകളോടുമൊന്നും പ്രതികരിക്കാത്ത വിധത്തിൽ അവന്റെ ശരീരം നാൾക്ക് നാൾ ദുർബലമാവുകയാണ് ചെയ്തത്. ഏകമകനെ ഏതു വിധത്തിലായാലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന നിർബന്ധ ബുദ്ധിയോടെ മാതാപിതാക്കൾ അവന്റെ അരികിൽ തന്നെ നിന്നുകൊണ്ട് അവനെ പരിചരിച്ചു. തുടർച്ചയായ നഴ്സിംഗ് പരിചരണം, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മേൽനോട്ടം, അങ്ങനെ ഒരു ദശാബ്ദത്തോളം തങ്ങളുടെ സമ്പാദ്യവും സമയവും പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അവർ ആത്മാർത്ഥമായി ശ്രമിച്ചു. എന്നാൽ തങ്ങളുടെ മകൻ പഴയ ആരോഗ്യത്തോടെ തിരിച്ചു വരില്ല എന്ന് വൃദ്ധരായ മാതാപിതാക്കൾ ക്രമേണ മനസ്സിലാക്കി. തങ്ങളുടെ മകന്റെ അരികിൽ തങ്ങൾക്ക് ഇത്തരത്തിൽ അധികകാലം നിലനിൽക്കാനാകില്ല എന്നും തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൻ അനാഥനാകുമെന്നും ചിന്തിച്ച ആ മാതാപിതാക്കൾ തങ്ങളുടെ മകൻ ഇങ്ങനെ കിടന്ന് നിറയിക്കുന്നത് കാണാനാകില്ല എന്നും അവന് അന്തസ്സായി മരിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നുമുള്ള അപേക്ഷയുമായി ഉത്തർപ്രദേശ് കോടതിയിൽ ദയാവധ ഹർജി നൽകുകയും അവിടെ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കാത്തതിനാൽ സുപ്രീം കോടതിയിലേക്ക് പോവുകയുമായിരുന്നു. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന് ഹരീഷിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ നിഗമനം കുറിക്കുമ്പോൾ അത് സ്വീകരിച്ച് അവന്റെ മാതാപിതാക്കളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് കോടതി നിഷ്ക്രിയ ദയാവധത്തിന് ഹരീഷിനെ ഏൽപ്പിച്ചു കൊടുത്തു. തുടർ നടപടികളുടെ ഭാഗമായി 32 വയസ്സുള്ള ഹരീഷിനെ ന്യൂഡൽഹിയിലെ എയിംസിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ പ്രവേശിപ്പിച്ചു. ഹരീഷിന്റെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും തന്റെ കിടക്കയ്ക്ക് അരികിലെത്തി ഹരീഷിന് അന്തിമ യാത്ര നൽകി. सबको माफ करते हुए और सबसे माफी मांगते हुए उठ जाओ, ठीक है? ഇക്കണ്ട കാലം മുഴുവനും തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന തങ്ങളുടെ മകൻ, ബന്ധു, സുഹൃത്ത് ഒക്കെ ആയിരുന്ന ഹരീഷ് മരിക്കാതെ തന്നെ എന്നേക്കുമായി പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യർ നെടുവീർപ്പോടെയാണ് കണ്ടത്. സംസാരിക്കാനും ആളുകളെ തിരിച്ചറിയാനുമുള്ള കഴിവില്ല എങ്കിലും അപ്പോഴും ഹരീഷിന്റെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. ആ ചലിക്കുന്ന കണ്ണുകളിലൂടെ വാക്കും ഭാഷണവും കൂടാതെ ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ആർക്കും നിശ്ചയമില്ല. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നിറഞ്ഞിരുന്ന ആ മനസ്സ് തിരിച്ചറിഞ്ഞിരുന്നോ തന്നെ കൊല്ലാൻ വിധിച്ച ആ കാര്യമെന്നതും ഉറപ്പില്ല. അതും ആർക്കും അറിയില്ല. 13 വർഷങ്ങളായി ഹരീഷിന്റെ ജീവനെ നിലനിർത്തിയിരുന്ന ജീവൻ രക്ഷാ സംവിധാനങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച അഴിച്ചു മാറ്റി. ആഹാരം നൽകിക്കൊണ്ടിരുന്ന ട്യൂബും മാറ്റി. ഹരീഷിനെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. ഭക്ഷണവും ജീവൻ രക്ഷാ സഹായങ്ങളും
ഇല്ലാതെ ഹരീഷ് മരണവുമായി ദിവസങ്ങളോളം മല്ലിട്ടു. ഒടുവിൽ മാർച്ച് 24 ചൊവ്വാഴ്ച ഹരീഷ് എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും നമ്മളോട് വിട പറഞ്ഞു. ദയാവധമെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന സാങ്കേതിക കൊലപാതകം 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് സക്രിയ ദയാവധം. കുത്തിവയ്പിലൂടെയോ മറ്റോ മരണകരമായ വസ്തുക്കൾ ശരീരത്തിൽ സന്നിവേശിപ്പിച്ച് മരിപ്പിക്കലാണ് ഇത്. ഇന്ത്യയിൽ കൊലപാതകത്തിന് തത്തുല്യകരമായ കുറ്റകരമായി കണക്കാക്കുന്ന സക്രിയ ദയാവധം അനുവദനീയമല്ല. മറ്റേത് നിഷ്ക്രിയ ദയാവധമാണ്. രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും വിച്ഛേദിക്കുക എന്നുള്ളതാണ് അത്. എന്നാൽ ഇവിടെ ഹരീഷിന്റെ കേസിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വിച്ഛേദിക്കുന്നതിനോടൊപ്പം ആഹാരവും നിർത്തലാക്കിയത് മനുഷ്യ സ്നേഹമുള്ള ഏവരുടെയും മനസാക്ഷിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മരുന്നുകൾ നിർത്തലാക്കുന്നത് പോലെ തന്നെയാണ് ആഹാരവും വെള്ളവുമെന്നും അത് മരുന്നാണെന്നുമാണ് വാദം. ഹരീഷ് റാണയുടെ മാതാപിതാക്കളുടെ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ച ജസ്റ്റിസുമാരായ JB പർദിവാലയും KV വിശ്വനാഥും അടങ്ങിയ ബെഞ്ച് പറഞ്ഞത് ജീവിക്കാനുള്ള അവകാശത്തിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും ഉൾപ്പെടുന്നുവെന്നായിരുന്നു. എയിംസിലെ പാലിയേറ്റീവ് കെയറിൽ പ്രവേശിപ്പിച്ച് ദയാവധം നടപ്പാക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഹരീഷിന്റെ മാതാപിതാക്കൾക്കായി ഈ ഹർജി സമർപ്പിച്ചുകൊണ്ട് അതിൽ വാദമുന്നയിച്ചത് മലയാളിയായ അഭിഭാഷക രശ്മി നന്ദകുമാർ. തങ്ങളുടെ വാർദ്ധക്യത്തിൽ തങ്ങളെ സംരക്ഷിക്കുമെന്ന് കരുതിയ മകന് നേരിട്ട ആകസ്മിക ദുരന്തത്തിൽ മകൻ ജീവച്ഛവമായി നരകിക്കുന്നത് കാണാനുള്ള ശേഷിയില്ലാതെ അവന് നിഷ്ക്രിയ ദയാവധം വിധിക്കണമെന്ന മാതാപിതാക്കന്മാരുടെ ആവശ്യം പരിഗണിച്ച് ജീവൻ നിലനിർത്താനുള്ള ഉപകരണത്തോടൊപ്പം ആഹാരവും വെള്ളവും വിലക്കിക്കൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടുന്നത് ദൈവം നൽകിയ ജീവനെ മനഃപൂർവ്വം അപഹരിക്കുന്ന പ്രവണതയാകയാൽ അതിലെ ശരിയും തെറ്റും അനീതിയും നീതിയും ഇപ്പോൾ മാനവരാശിയുടെ മനസാക്ഷിയിൽ വലിയ വിങ്ങലായി മാറിയിരിക്കുകയാണ്. ഹരീഷിന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുകയാണ്. അവർക്കൊപ്പം ഉണ്ടാകാം രോഗങ്ങളും വല്ലായ്മകളും. പ്രതിമാസം 30,000 രൂപ എന്ന നിരക്കിൽ ഈ 13 വർഷങ്ങൾ കൊണ്ട് അവർ 1/2 കോടിക്കടുത്ത് രൂപ അവന് വേണ്ടി ചിലവാക്കിയിട്ടുമുണ്ടാകാം. ഇനിയും പണം ചിലവാക്കാനാകാത്ത വിധത്തിൽ വലഞ്ഞ അവർ മനസ്സില്ലാ മനസ്സോടെ തങ്ങളുടെ മകനെ ദയാവധത്തിന് ഏൽപ്പിക്കാൻ മുതിരുമ്പോൾ അവനെ നിറഞ്ഞ മനസ്സോടെ നോക്കാൻ സന്നദ്ധരായ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ അതിന് തയ്യാറായി 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു എന്നതും സംശയമില്ല. അത്തരമൊരു തണലിലേക്കോ ഒരു സന്നദ്ധ സംരക്ഷണ കേന്ദ്രത്തിലേക്കോ മാറ്റാനുള്ള സാധ്യതകൾ എന്തുകൊണ്ട് കോടതിയോ അതോറിറ്റിയോ പരിശോധിച്ചില്ല എന്നതും ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കിട്ടിയേ തീരും. മരണത്തിന് അനുമതി നൽകുന്നത് പോലുള്ള ഗൗരവകരമായ കാര്യം തന്നെയാണ് ജീവിക്കാനും സ്വാഭാവികമായി മരിക്കുവാനുമുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതും അത് കണ്ടെത്തുന്നു. ഹരീഷ് റാണ എന്ന മനുഷ്യ ജീവന നീതി നിഷേധിക്കപ്പെട്ടു എന്ന വാദമാണ് അന്തരീക്ഷമാകെ മുഴങ്ങുന്നത്. ദൈവം നൽകിയ ജീവനെ ദൈവം തിരികെ എടുക്കാതെ അസ്വാഭാവികമായ ഏത് മാർഗത്തിലൂടെ അത് കവർന്നെടുത്താലും അത് ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്, കൊലപാതകമാണ്. ദയാവധം നിയമവിധേയമാക്കിയ പല രാജ്യങ്ങൾ ലോകത്തുണ്ട്. ആ രാജ്യങ്ങളിൽ പലതും ദയാവധം നടപ്പിലാക്കിയ കാലത്ത് ദയാവധങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അടുത്ത കാലം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഇന്ത്യ ആ നിലപാട് മയപ്പെടുത്തിയതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിയമവും ധാർമ്മികതയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വിഷയങ്ങളുടെ ധാർമ്മികമായ വശങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഗുരുതരമായ പ്രതിസന്ധി തന്നെ. അവിടെയാണ് കത്തോലിക്ക സഭയുടെ നിലപാടുകൾ ശ്രദ്ധേയമാകുന്നത്. മനുഷ്യന്റെ അവകാശങ്ങൾക്കും മാനവിക മൂല്യങ്ങൾക്കും ഒപ്പം എല്ലാ കാലത്തും ശക്തമായി ഉറച്ചു നിന്നിട്ടുള്ള കത്തോലിക്ക സഭ ഹരീഷിന്റെ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന നിഷ്ക്രിയ ദയാവധത്തെ അടക്കം മനുഷ്യ ജീവനെ അപഹരിച്ചെടുക്കുന്ന എല്ലാത്തരം നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവൻ സർവശക്തനായ ദൈവത്തിന്റെ ദാനമാണ്. ഭൗതികമായ ജനിതക പ്രക്രിയയിലൂടെ ആ മനുഷ്യ ജീവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന നാൾ മുതൽ അത് സ്വാഭാവികമായി ഇല്ലാതാകുന്ന കാലം വരെയും വിലപിടിപ്പുള്ളതായി പരിഗണിക്കപ്പെടണമെന്ന് തന്നെയാണ് കത്തോലിക്ക സഭ വിശ്വാസികളെയും പഠിപ്പിക്കുന്നത്. ആ കാര്യത്തിൽ ആശങ്കകൾ തെല്ലുമില്ലാതെ സഭ അതിൽ ഉറച്ചു നിൽക്കുകയാണ്.
എത്ര പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോയാലും മനുഷ്യ ഹൃദയത്തിന്റെ സ്പന്ദനം സ്വാഭാവികമായി നിലയ്ക്കുന്ന കാലം വരെയും അത് ശ്രേഷ്ഠമായി തന്നെ പരിപാലിക്കപ്പെടണമെന്ന സഭ കാർക്കശ്യത്തോടെ പഠിപ്പിക്കുകയാണ്. അതിന് വിരുദ്ധമായി ദയാവധം എന്ന നാമം നൽകിക്കൊണ്ട് അതിനെ സാമാന്യവൽക്കരിച്ചാലും അതിനെ സക്രിയമെന്നും നിഷ്ക്രിയമെന്നുമൊക്കെ തരംതിരിവുകൾ ചാർത്തിയാലും അത് ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായി മനുഷ്യജീവനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് എന്നും അത്തരത്തിലുള്ള ഏത് പ്രവൃത്തികളും കൊലപാതകം തന്നെയാണ് എന്നും സഭ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടമില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെയുള്ള വിലയേറിയ അവസരങ്ങളാണ് ഓരോരുത്തരുടെയും രോഗാവസ്ഥയും വേദനകളും എന്ന സഭയുടെ വീക്ഷണങ്ങളാണ് ഇവിടെ പ്രാധാന്യമർഹിക്കുന്നത്. ഓരോ ക്രിസ്തു വിശ്വാസിയും ആ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. രോഗം എന്തായിരുന്നാലും ചികിത്സ നിഷേധിക്കരുതെന്നും സാധാരണയല്ലാത്ത ചികിത്സാ രീതികളോട് വിവേചന ബുദ്ധിയാൽ പ്രതികരിക്കണമെങ്കിലും രോഗിയുടെ മരണം ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ പാടില്ല എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. ചികിത്സ വേണ്ട എന്ന് വെക്കുന്നത് രോഗിയുടെ ജീവൻ നഷ്ടമാകുന്നതിന് മരണകാരണമാകുന്നില്ല എന്നും ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ്. സഭയിലെ മാർപ്പാപ്പമാർ പലരും ദയാവധത്തിനും ഗർഭചിത്രത്തിനും ഒക്കെ എതിരെ ശക്തമായ പ്രബോധനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ഫ്രാൻസിസ് പാപ്പയും ഒക്കെ ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചവരാണ്. വിവിധ മാധ്യമങ്ങളിലൂടെ അവർ നടത്തിയ പ്രതികരണങ്ങൾ ഇപ്പോഴും ഈ വിഷയത്തിലുള്ള റെഫറൻസ് ആയിട്ടാണ് സഭ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം 25-ലധികം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 2 ആഴ്ച കൊണ്ട് തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധം 4 ആഴ്ചയായിട്ടും പരിഹരിക്കുവാനോ തീർക്കുവാനോ കഴിയാതെ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസ് വൃത്തങ്ങൾ സമാഹരിച്ചു നൽകിയ വിവരങ്ങൾക്കപ്പുറത്ത് ഇറാന്റെ ഭൂഗർഭ രഹസ്യ താവളങ്ങളുടെ കരുത്തും ആയുധശേഷിയും ശക്തമാണ് എന്നതിന്റെ സൂചന നൽകി ഇസ്രായേലിലേക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും ഇറാൻ ഇപ്പോഴും ശക്തമായി തന്നെ ആക്രമണങ്ങൾ തുടരുകയാണ്. നിലവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്നുള്ള സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ട്രംപ് ഇറാന് ഹോർമുസിൽ 48 മണിക്കൂറിന്റെ അന്ത്യശാസനം നൽകുകയും അത് കഴിഞ്ഞ നേരമായപ്പോഴേക്കും അടുത്ത 5 ദിനം ഇറാന്റെ എനർജി ഫെസിലിറ്റികൾ തങ്ങൾ ആക്രമിക്കുകയില്ല എന്ന് പറയുകയും താനത് പറയുന്നതിന്റെ കാരണം യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാനുമായി വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയുള്ള ട്രംപിന്റെയും IRGCയുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്നവർ യുദ്ധം ഉടനൊന്നും അവസാനിക്കുമെന്ന് കരുതുന്നില്ല. യുദ്ധം തുടങ്ങിയ സമയം മുതൽ ആഹാര പദാർത്ഥങ്ങളും ഇന്ധനങ്ങളും കൃഷിക്കാവശ്യമായ സാധന സാമഗ്രികളുമെല്ലാം ലോക കമ്പോളത്തിലേക്ക് എത്തുന്ന ഹോർമോസ് കടലിടുക്ക് ഇറാൻ നടപ്പിലാക്കിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങളും ആക്രമണങ്ങളും നിമിത്തം ലോകരാഷ്ട്രങ്ങൾ അതിൻ്റെ സ്വാഭാവികമായ മുന്നേറ്റത്തിന് കഴിയാതെ മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിന് പരിഹാരമുണ്ടാകാതിരുന്ന ലോകം കടുത്ത സ്തംഭനത്തിലേക്ക് എത്തുകയും ലോകം മറ്റൊരു ലോക്ക്ഡൗണിലേക്ക് എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആരോഗ്യകാര്യങ്ങൾക്കപ്പുറത്ത് ഊർജ കാര്യങ്ങളുമായി ഉരുത്തിരിയുന്ന ഒരു ആഗോള ലോക്ക്ഡൗൺ. അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രംപിനെതിരെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല പൊതുജനങ്ങളും പ്രതിഷേധ സ്വരം ഉയർത്തുന്നുവെന്നാണ്. യുദ്ധം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ കടുത്ത പ്രതിരോധത്തിലൂടെ ഇറാൻ തെറ്റിച്ചതോടെ ഇസ്രായേലിന് വേണ്ടി ഇറാനെതിരെ അമേരിക്ക യുദ്ധത്തിന് പോയി എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് ട്രംപിനെതിരെ ജനവികാരം ഉയരുന്നത്. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ട്രംപ് ശക്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നാം കണ്ടത്. എന്നാൽ ലോകരാഷ്ട്രങ്ങളെ ഈ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണങ്ങളുടെ കീഴിലാണ്. ആ സാഹചര്യത്തിലാണ് ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കിയില്ല എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ അതിശക്തമായി തന്നെ ആക്രമിക്കുമെന്നും ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്നും ഇറാൻ വെള്ളവും വെളിച്ചവുമില്ലാതെ നരകിക്കുമെന്നും ട്രംപ് പറഞ്ഞത്. എന്നാൽ അത് ഗൗനിക്കാതെ മുന്നോട്ട് പോയ ഇറാൻ ഇസ്രായേലിനും
GCC രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണം ശക്തമാക്കുകയാണ് ഉണ്ടായത്. കൂട്ടത്തിൽ തങ്ങളുടെ പവർ പ്ലാന്റുകൾ ആക്രമിച്ചാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കൊന്നും മിച്ചമുണ്ടാകില്ല എന്നും ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ശത്രു രാജ്യങ്ങൾക്ക് മുൻപിൽ മാത്രമാണ് അടച്ചിട്ടുള്ളത് എന്നും, എന്നാൽ അത് പൂർണ്ണമായി തന്നെ അടച്ചിടേണ്ടി വരുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തുകയും ചെയ്തു. ട്രംപ് പറഞ്ഞ 48 മണിക്കൂർ പിന്നിടുന്നതിന് തൊട്ടു മുൻപ് ഇറാനുമായി ക്രിയാത്മകമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നും ഇറാന്റെ ഊർജ സ്രോതസ്സുകൾ ആക്രമിക്കുന്നതിൽ തങ്ങൾ 5 ദിവസം അവധിക്ക് വെച്ചിരിക്കുകയാണ് എന്നും ട്രംപ് അറിയിച്ചു. ഒരു കാര്യം തീർച്ചയാണ്, ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ ശേഖരം അമേരിക്കയ്ക്ക് കൈമാറുകയും അമേരിക്കയ്ക്ക് കൂടി വിശ്വസിക്കാവുന്ന ഒരു ഭരണാധികാരി ഇറാനിൽ അധികാരത്തിലേക്ക് വരേണ്ടതായും വരും. എന്നാൽ അത്തരമൊരു ഡീൽ ഇറാന്റെ IRGC സമ്മതിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ആഗോള ഉൽപ്പന്നങ്ങൾക്ക് പുതിയ ലോക്ക്ഡൌൺ എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും പ്രകൃതിവാതകങ്ങളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ദൗർബല്യമാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. എണ്ണയുടെ വിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഗതാഗത ചിലവുകളിലെ വർധനവ് കാരണം എല്ലാത്തിനും വലിയ ചിലവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഇന്ധന പ്രതിസന്ധി ഇപ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങളെ ഇന്ധന റേഷനിങ്ങിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ചരക്ക് ഗതാഗതം സ്തംഭിച്ചത് കാരണം ഭക്ഷ്യസുരക്ഷയും അപകടത്തിലായിരിക്കുകയാണ്. ഭക്ഷ്യോൽപാദനത്തിന് ആവശ്യമായ വളങ്ങൾ എത്തിക്കാതിരിക്കുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്. കർഷകർക്ക് ഉൽപാദന ചെലവ് താങ്ങാൻ പറ്റാതായാൽ ഉപഭോക്താക്കൾ ഭക്ഷണത്തിനും കൂടുതൽ പണം നൽകേണ്ട സാഹചര്യം. വ്യോമഗതാഗതവും വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഗൾഫ് മേഖലയ്ക്കുള്ള വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കി. അതിൻ്റെ പിന്നാലെ ഒട്ടുമിക്ക വിമാന കമ്പനികളും സർവീസുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിയത്തിൻ്റെയും പ്രകൃതിവാതകങ്ങളുടെയും ഉപയോഗത്തിൽ വലിയ നിയന്ത്രണവും ആഹാര പദാർത്ഥങ്ങളുടെ ദൗർബല്യവും ഗതാഗതത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ചേർന്ന് ജനജീവിതം ദുസ്സഹമായതോടെയാണ് കോവിഡ് കാലത്തെ പോലെ ലോക്ക്ഡൗൺ എന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം നിർബന്ധിതരായി മാറിയിരിക്കുന്നു. ചൈനയിലെ വുഹാനിൽ നിന്നും COVID-19 എന്നൊരു മഹാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നും അത് അതിവേഗം പടരുന്നുണ്ട് എന്നും ലോകരാഷ്ട്രങ്ങൾക്ക് അറിവുണ്ടായിരുന്നെങ്കിലും രാജ്യത്തിന്റെ എല്ലാത്തരം വ്യാപാരങ്ങളുടെയും മുൻപിൽ താഴിട്ട് പൂട്ടി വീട്ടിലിരിക്കേണ്ട അവസ്ഥ സംജാതമാകുന്നതുവരെ ആരും അതിനെ ഗൗനിച്ചിരുന്നില്ല. ഇറാനെതിരായ US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണവും തുടരുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരും നയതന്ത്രജ്ഞന്മാരും ലോകത്തോട് വിളിച്ചു പറയുന്നത് അതേ മുന്നറിയിപ്പ് തന്നെയാണ്. ഏതായാലും ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ കടുത്ത രോഷത്തോടെ ഇറാനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും തങ്ങൾക്ക് കടുത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനാൽ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതാകുന്നത് വരെ അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്നും അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും യുദ്ധം നിർത്തരുതെന്നും GCC രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ വിവിധ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാരെ അവിടെ നിന്ന് മാറ്റുന്ന നീക്കം ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അത് ഇറാന് ലഭിക്കാൻ പോകുന്ന കനത്ത തിരിച്ചടിക്കുള്ള ചെറിയ സൂചന തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനിയും 2 മാസം കൂടെ യുദ്ധം നീണ്ടാക്കാമെന്ന സൂചന ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ലോകം കടുത്ത സ്തംഭനത്തിലേക്ക് എത്തിച്ചേരും. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.